പ്രിയ സഹോദരീ സഹോദരന്മാരെ, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. രക്ഷകനായ ഈശോയുടെ ഉറവിയുടെ സന്ദർഭത്തിൽ മാലാഖമാർ പാടിയ ഗാനമാണിത്. ക്രിസ്മസ് ആഘോഷങ്ങൾ ലോകമെമ്പാടും നടക്കുന്നു. ക്രിസ്മസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നാം ഒരുപക്ഷെ ചിന്തിക്കാത്ത ഒരു വസ്തുതയുണ്ട്. ലോകത്ത് നടന്ന ഏറ്റവും വലിയ അത്ഭുതമാണ് ക്രിസ്മസ്. ദൈവപുത്രൻ്റെ മനുഷ്യജന്മം. ആദ്യം മുതലേ ദൈവത്തിലായിരുന്ന വചനം, ദൈവത്തോട് കൂടിയായിരുന്ന വചനം, ദൈവമായിരുന്ന വചനം മാംസം ധരിച്ച് മനുഷ്യരുടെ ഇടയിലേക്ക് വരുന്നു. മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി, മനുഷ്യനെ ദൈവവുമായിട്ട് അനുരഞ്ജനപ്പെടുത്തുന്നതിന് വേണ്ടി, തിന്മയിലേക്ക് ചായ്ച്ചിലുള്ള മനുഷ്യന് ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാനുള്ള വഴിയാണ് മനുഷ്യാവതാരം ചെയ്ത ദൈവപുത്രൻ. ഈ ഒരു മഹാരഹസ്യമാണ് ക്രിസ്മസ് ദിനത്തിൽ ക്രൈസ്തവരെല്ലാവരും ധ്യാനിക്കുന്നത്, പ്രാർത്ഥനാ വിഷയമാക്കുന്നത്, ആഘോഷത്തിന് അടിസ്ഥാനമാക്കുന്നത്. ക്രിസ്തുവിൻ്റെ ജനനം ലോകത്തിന് മുഴുവൻ സന്തോഷം പകരുന്ന ഒരു വസ്തുതയാണ്. കാരണം അതൊരു ചരിത്ര സത്യമായതുകൊണ്ട് എല്ലാവർക്കും അതിൻ്റെ അർത്ഥം ഏറെക്കുറെ മനസ്സിലാക്കാൻ സാധിക്കുന്നതുകൊണ്ട് എല്ലാവരും സന്തോഷിക്കും. ക്രിസ്തുവിൻ്റെ ജനനത്തിൽ മാലാഖ അറിയിച്ച സന്ദേശവും ഇത് തന്നെയാണ്. ഇതാ സകല ജനതകൾക്കും വേണ്ടിയിട്ടുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. യൂദായുടെ ബെത്ലഹേമിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഇടയന്മാർക്കാണ് ഈ സന്ദേശം ലഭിച്ചത്. ക്രിസ്തുവിൻ്റെ ജനനം അറിഞ്ഞവരും അറിഞ്ഞ് ചെന്നവരും എല്ലാം എളിയവരായ മനുഷ്യരായി, ലളിത മനസ്കർ, ഉന്നത നിലവാരത്തിലുള്ള ജ്ഞാനികളും ലാളിത്യത്തോടുകൂടി യഹൂദരുടെ രാജാവായിട്ട് പിറന്ന ക്രിസ്തുവിനെ കാണുവാനായി ബെത്ലഹേമിലെത്തുന്നു. ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൻ്റെ സാഹചര്യം ഒന്ന് ഓർത്തു നോക്കുക. ദരിദ്രമായ ഒരു അവസ്ഥയാണത്. ഒരു കാലിത്തൊഴുത്തിൽ പിറക്കുക എന്നത് അന്നുപോലും ആർക്കും ഊഹിക്കാവുന്ന ഒരു യാഥാർത്ഥ്യമായിരുന്നില്ല. എങ്കിലും അത് സംഭവിച്ചു. ക്രിസ്തുവിൻ്റെ ജനനത്തിന് സമാനമായ ജന്മങ്ങൾ മനുഷ്യചരിത്രത്തിൽ ഉണ്ടാകും. ഇന്നും പാതയോരങ്ങളിൽ ജനിക്കുന്ന ശിശുക്കളുണ്ടാവാം. യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ അഭയാർത്ഥി ക്യാമ്പുകളിൽ ജനിക്കുന്ന ശിശുക്കളുണ്ടാകാം. ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ അന്ന് സംഭവിച്ചതുപോലെ തന്നെ മരണത്തിന് വിധേയരാക്കപ്പെടുന്ന ശിശുക്കളും ഉണ്ടാകാം. ഈ ശൂന്യമാക്കൽ പ്രക്രിയ കർത്താവിൽ സംഭവിച്ചതെന്നും മനുഷ്യനിൽ സംഭവിക്കുന്നുണ്ട്. തന്നെ ശൂന്യനാക്കി മനുഷ്യരൂപമെടുത്ത് മനുഷ്യരെ പോലെയായി ദാസന്റെ രൂപത്തിൽ കർത്താവ് വന്നു എന്നാണ് പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതുന്ന ലേഖനത്തിൽ പറയുന്നത്. ഈ ദാരിദ്ര്യാവസ്ഥ നാം മനസ്സിലാക്കണം. ക്രിസ്മസ് ദിനത്തിൽ ദരിദ്രനായ ഒരു സഹോദരന് അല്ലെങ്കിൽ സഹോദരിക്ക് നന്മ ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ അതാണ് ഏറ്റവും വലിയ ക്രിസ്മസ് ആഘോഷം. ക്രിസ്മസോടുകൂടി നമ്മൾ സാന്താക്ലോസിനെ പറ്റി ചിന്തിക്കാറുണ്ട്. സെൻറ്റ് നിക്ളോവാസ് ആണ് ഈ സാന്താക്ലോസ് എന്ന പേരിൽ അറിയപ്പെടുന്നയാൾ. സെൻറ്റ് നിക്ളാവോസ് കുട്ടികൾക്ക് രാത്രിയിൽ വീട്ടുകളിൽ ചെന്ന് സമ്മാനം വെച്ചിട്ട് പോകുമെന്നാണ് അന്നത്തെ ആളുകൾ വിശ്വസിച്ചിരുന്നത്. അറിയപ്പെടാത്ത സമ്മാനങ്ങൾ കൊടുക്കുന്നവനാണ് സാന്താക്ലോസ്. ഇതുപോലെ തന്നെ മറ്റുള്ളവരെ അറിയിക്കാനല്ലാതെ, മറ്റുള്ളവരുടെ നന്മ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് സമ്മാനങ്ങൾ കൊടുക്കുവാനും സഹായങ്ങൾ ചെയ്യുവാനും നമുക്ക് ക്രിസ്മസിൻ്റെ പശ്ചാത്തലത്തിൽ സാധിക്കണം. അപ്പോഴാണ് ക്രിസ്മസ് നമുക്കൊരു യഥാർത്ഥ ആഘോഷമായി തീരുന്നത്. പ്രിയമുള്ളവരെ, ശൂന്യമാക്കൽ പ്രക്രിയ കർത്താവായ ഈശോ മിശിഹായിൽ സംഭവിച്ചത് നമ്മൾ ഓരോരുത്തരിലും സംഭവിക്കണം. നാം നമുക്ക് വേണ്ടി ജീവിക്കുക എന്നതിനേക്കാളുപരി മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുവാനുള്ള
ആ ശക്തിയാണ് സംഭരിക്കേണ്ടത്. അതിനായിട്ട് നമ്മളെ തന്നെ സമർപ്പിക്കാം. ഞാനിപ്പോൾ എൻ്റെ ആർച്ച് ബിഷപ്പ് എന്നുള്ള ശുശ്രൂഷയിൽ നിന്ന് സ്ഥാനമൊഴിഞ്ഞിരിക്കുന്ന പശ്ചാത്തലത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വർഷത്തെ ക്രിസ്മസ് ഏറെ സന്തോഷദായകമാണ്. കർത്താവിനോട് അല്പമെങ്കിലും കൂടുതൽ താതാത്മ്യപ്പെടുവാനുള്ള ഒരവസരമായിട്ട് ഇതെനിക്ക് തീരുന്നു. ദൈവത്തിന് സ്തുതി. നാം എല്ലാവരും ഒന്നിച്ച് കൂട്ടായ്മയിൽ സഭയിലും സമൂഹത്തിലും ജീവിച്ച് സ്നേഹത്തോടുകൂടി പരസ്പരം അംഗീകരിച്ച് ആദരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ജനസമൂഹമായിട്ട്, ഒരു സഭാ കൂട്ടായ്മയായിട്ട് തീരുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഈ ക്രിസ്മസ് തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ദൈവത്തിന് സ്തുതി.